സൂര്യൻ ഉദിക്കുന്നതിന് മുൻപേ പുന്നമട കായലിന്റെ ശാന്തതയെ തൊട്ട് സണ്ണിച്ചേട്ടൻ തന്റെ ഷിക്കാർ ബോട്ടുമായി കൃത്യസമയത്ത് ഞങ്ങളെ തേടിയെത്തി. അങ്ങനെ ബോട്ട് പതുക്കെ മുന്നോട്ട് നീങ്ങി. വെള്ളത്തിന്മേൽ ഒരു പ്രഭാതം വിരിയുന്ന പോലെ. ഇതൊരു യാത്ര മാത്രമായിരുന്നില്ല, ഇത് ഒരുമിച്ച് സൃഷ്ടിച്ച ഒരു ഓർമ്മയായിരുന്നു. ഞാനും എന്റെ അടുത്ത സുഹൃത്തുക്കളും കുടുംബത്തോടൊപ്പം 7 പേർ ഒരുമിച്ച് കുട്ടനാടിന്റെ ഗ്രാമങ്ങളിലൂടെ ഒരു മന്ദഗതി യാത്ര. ചെറിയ ബോട്ടിൽ നിന്ന് കുട്ടനാടിന്റെ തനത് ഭംഗി ഞങ്ങൾ ആസ്വദിച്ചു. പുഴകളും കായലും വെള്ളത്തിനോട് ചേർന്ന് ജീവിക്കുന്ന നിരവധി ജീവിതങ്ങളും പുഴകളിലൂടെ ആസ്വദിച്ച് യാത്ര ചെയ്തു. ബോട്ട് കൈനഗിരി ഗ്രാമത്തിലേക്ക് അടുപ്പിച്ചു. പഴയ കാലത്തിന്റെ ചൂട് ഇന്നും സൂക്ഷിച്ചിരിക്കുന്ന ഒരു കൊച്ചു ഗ്രാമീണ ചായക്കട. അവിടെ നിന്നും ചായയും വെട്ടുകേക്കും ഞങ്ങൾ കഴിച്ചു. ഗൂഗിൾ പേ എത്താത്ത ഒരു ജീവിതത്തിന്റെ ലളിതമായ റിഫ്ലക്ഷൻ. അവിടെ ഞങ്ങൾ 3-4 പേരെ കണ്ടു. അവരുടെ ദിനചര്യ തന്നെ ആ കടയിലെ ഇരുത്തമാണ്. ചെറിയ കഥകൾ, ചിരികൾ. വീണ്ടും യാത്ര തുടർന്നു. അവിടെ നിന്ന് നേരെ പള്ളാത്തുരുത്തിയിലേക്ക് ബോട്ട് അടുപ്പിച്ചു. രാജ ടീ സ്റ്റോളിലേക്ക് നടന്നു. അവിടുത്തെ പൊറോട്ടയും ബീഫും പ്രശസ്തം മാത്രമല്ല, ഓർമ്മകളിൽ പതിയുന്ന ഒരു രുചി. യാത്ര വീണ്ടും തുടർന്നു. കർഷകർ ജോലി തുടങ്ങുന്ന കാഴ്ചകൾ, ചെറിയ വള്ളങ്ങളിൽ യാത്ര ചെയ്യുന്ന നാട്ടുകാർ, പുലർച്ചെ തന്നെ ജീവിതം ഉണരുന്ന നിമിഷങ്ങൾ. പുന്നമട കായൽ, വള്ളംകളിയുടെ എൻ പോയിന്റ്, സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ എല്ലാം നമ്മളുടെ മുന്നിലൂടെ നിശബ്ദമായി ഒഴുകിപ്പോയി. അവിടെ ചെറിയൊരു ദ്വീപ്, ബ്രിട്ടീഷുകാർ പണിത ഒരു പഴയ കെട്ടിടം, ഒരു കാലത്ത് വെളിച്ചം കാട്ടി വള്ളക്കാരെ വഴി കാണിച്ച ഒരു മൗനസാക്ഷി. യാത്രക്കിടയിൽ പല തവണ പാലങ്ങൾ നമ്മളെ കടന്നുപോയി. മുകളിൽ തിരക്കേറിയ ലോകം, താഴെ ശാന്തമായ ഒഴുക്ക്. സ്കൂളുകളിലേക്ക് നടന്നു പോകുന്ന കുട്ടികൾ, ഉച്ചഭക്ഷണത്തിന് വേണ്ടി കടകളിലേക്ക് വാഴയിലകൾ ശേഖരിക്കുന്നവർ, പച്ചപ്പ് നിറഞ്ഞ പുൽപ്പാടങ്ങൾ, എല്ലാം ചേർന്ന ശുദ്ധമായ ഗ്രാമീണ സൗന്ദര്യം. സമുദ്രനിരപ്പിൽ നിന്ന് 1.5 മുതൽ 3 മീറ്റർ വരെ താഴെയുള്ള ഭൂമിയിൽ കൃഷി ചെയ്യുന്ന അത്ഭുത ഭൂപ്രകൃതി. ലോകത്ത് തന്നെ അല്പം സ്ഥലങ്ങളിൽ മാത്രം കാണാൻ കഴിയുന്ന ഒരു അത്ഭുതം. കഥകളും കുട്ടനാടൻ അത്ഭുതങ്ങളും പങ്കുവച്ച് യാത്ര തുടർന്നു. സുഹൃത്തുക്കളോടൊപ്പം, കുടുംബത്തോടൊപ്പം, പ്രകൃതിയുടെ നടുവിൽ. ഇത് കുട്ടനാട്, ഇത് ആലപ്പുഴ. ഇതൊരു യാത്രയല്ല, ജീവിതത്തിൽ ഒരിക്കലെങ്കിലും അനുഭവിക്കേണ്ട ഒരു അനുഭവമാണ്.